നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഏരിയയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. സമ്മർ ഡ്രിങ്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ നോമ്പ് സമയമല്ലേ, അതുകൊണ്ട് തന്നെ ഇഫ്താർ ഡ്രിങ്കായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുട്ടികൾ ഇത് വളരെ ഇഷ്ടത്തോടെ കഴിക്കും. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് കുറച്ച് സബ്ജ സീഡ്സ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതായത് കറുത്ത കസ്കസാണ്. 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുക. അറൗണ്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ എത്രയാണ് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് പാലെടുക്കുക. ഞാനിവിടെ 3 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. 1/4 കപ്പിനെക്കാട്ടിയും കുറച്ച് കുറവായിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ മധുരത്തിന് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ പഞ്ചസാരയും കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ചെറിയ സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനുള്ള മധുരം ഉണ്ടാവും. കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചധികം കണ്ടൻസ് മിൽക്ക് ചേർക്കാം. അങ്ങനെ പാൽ ഇതേ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിലോട്ട് അപ്പോൾ ഇത് വേറൊരു ബൗളിലോട്ട് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഉണ്ടോ, നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സബ്ജ സീഡ്സ് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാക്സിമം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ആയിട്ടേ ഉണ്ടാകത്തുള്ളൂ. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. ഇനി അടുത്തായിട്ടൊരു പാനിലോട്ട് 3 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് മുഴുവനോട് എടുത്തിട്ടില്ല, കുറച്ച് കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൗവരി വലിയ ചൗവരിയും ചെറിയ ചൗവരിയും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയ ചൗവരിയാണ്. കണ്ടോ, ഇതാണ്. വലിയ ചൗവരിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചൂടുവെള്ളത്തിൽ ചൗവരി ചേർത്തെടുക്കാം. ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും കേട്ടോ ചൗവരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ചൗവരി ചേർക്കുമ്പോൾ വെള്ളം കുറച്ചധികം തന്നെ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ചൗവരിക്ക് ഒരു 3 കപ്പ് വെള്ളമാണ് ചേർത്തത്. അപ്പോൾ വെള്ളം കുറയാൻ പാടില്ല കേട്ടോ, കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. ഇപ്പോൾ ഇതേ ചൗവരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൗവരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 15 മുതൽ 20 മിനിറ്റ് എന്തായാലും എടുക്കും ചൗവരി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ചൗവരിയിൽ ധാരാളം സ്റ്റാർച്ച്, അതായത് പശയുണ്ട്. അപ്പോൾ നമ്മൾ പായസത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കും. പക്ഷേ ഈ ഒരു ഡ്രിങ്കിൽ ചേർക്കുമ്പോൾ ഇതിൻ്റെ പശ മാറ്റിയിട്ടാണ് നമുക്ക് ചേർക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇതൊന്ന് അരിച്ച് മാറ്റാം. തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പശയൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ ചൗവരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. തിളപ്പിച്ച് വെച്ച പാല് നന്നായിട്ടും തണുത്തിട്ടുണ്ട്. പാല് തണുത്തതിന് ശേഷമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. പിസ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബദാം എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണോ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂനട്ട് വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചൗവരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൗവരി ചേർക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യവും കൂടി നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി നന്നായിട്ട് ഒട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ തന്നെ ചേർക്കുന്നുണ്ട്. കുറച്ച് ബദാം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിസ്ത ചേർക്കാം. സബ്ജ സീഡ്സും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ സബ്ജ സീഡ്സ് ചേർക്കുന്നത് പ്രത്യേക ഒരു ടേസ്റ്റായിട്ട്, അതായത് നമ്മളിത് കുടിക്കുമ്പോൾ ഇടയ്ക്ക് ചൗവരിയും അതുപോലെ തന്നെ ഈ സബ്ജ സീഡ്സൊക്കെ കഴിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പഴുത്ത മാങ്ങ ചേർക്കുന്നുണ്ട്. സ്ട്രോബെറി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് ആപ്പിൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്രീൻ ആപ്പിളാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ആപ്പിളും കൂടി ചേർക്കാം.
ഇനി ഇതിലോട്ട് കുറച്ച് ഗ്രേപ്സും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ സീഡ് ഇല്ലാത്ത, അതായത് കുരുവില്ലാത്ത ഗ്രേപ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് ചേർക്കാം. അപ്പോൾ അതും കൂടി ചേർത്തെടുക്കാം. ഇനി ലാസ്റ്റ് ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കാനായിട്ടുണ്ട്. കുറച്ച് വാനില എസൻസും കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു വാനില ഐസ്ക്രീം കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത ബൗൾ കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ അതായത് പതുക്കെ മിക്സാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് കുറച്ച് നേരം തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ കുറച്ചും കൂടി തണുക്കുമ്പോൾ ചവ്വരിയൊക്കെ കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരും. ചൂട് സമയമാണ്, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വെക്കേഷനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാനില ഐസ്ക്രീം കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടോ ഇത്. പിന്നെ ഇത് നോമ്പ് സമയത്ത് നമുക്കൊരു ഇഫ്താർ ഡ്രിങ്കായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഗ്ലാസ്സിലോട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്ലാസ്സിലോട്ട് ഇത് സെർവ് ചെയ്യാം. കുറച്ച് സബ്ജ സീഡ്സ് ചേർത്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. ഞാൻ കുറച്ച് ബദാമും പിസ്തയും കൂടെ ചേർക്കുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്